ചെറുതോണി ഡാമും ഇടുക്കി ഡാമും അടുത്ത് കാണാമെന്ന് കരുതി ഡാമിൻ്റെ വഴിയിലൂടെ മുമ്പോട്ട് പോയി. പക്ഷേ അവിടെ പ്രവേശനമില്ലെന്ന് മെയിൻ ഗേറ്റ് അടഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. തിരിച്ച് ചെറുതോണി ടൗണിലേക്കും പുതുതായി പണിത പാലവും കടന്ന് ഇടുക്കി റൂട്ടിലേക്ക്. വലതു ഭാഗത്തായി തലയുയർത്തി നിൽക്കുന്ന ഇടുക്കി ആർച്ച് ഡാം കാണാം. ഹെയർപിൻ വളവുകൾ കയറി മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ആർച്ച് ഡാം വളരെ അടുത്തായി തോന്നും. മുമ്പോട്ട് പോയപ്പോൾ കമാഷി പഞ്ചായത്തിൻ്റെ വക ആർച്ചും കടന്ന് കയറ്റം കയറി കാൽവരി മൗണ്ടിലെത്തി. സായനങ്ങൾ ചിലവഴിക്കാൻ എന്തുകൊണ്ടും പറ്റിയ സ്ഥലമാണ് കാൽവരി മൗണ്ട്. തണുത്ത കാറ്റും താഴെ റിസർവെയറിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളും മലനിരകളും എല്ലാം കണ്ട് കുറച്ചു സമയം ജീവിതത്തിരക്കിൽ നിന്നും ഒഴിവായി ചിലവഴിക്കാൻ പറ്റിയ സ്ഥലം തന്നെ കാൽവരി മൗണ്ട്. മഴക്കാലമായതുകൊണ്ടാവാം സന്ദർശകർ നന്നേ കുറവാണ്. അരമണിക്കൂറോളം അവിടെ ചെലവഴിച്ച ശേഷം തിരിച്ചിറങ്ങി അയ്യപ്പൻ കോവിൽ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. ഇടത് സൈഡിലായി കാണുന്ന പായസക്കടയുടെ മുമ്പിൽ എപ്പോഴും ഈ വഴി പോകുമ്പോൾ നിർത്താറുണ്ട്. 36ഓളം തരം പായസമുണ്ട് ഇവിടെ. പായസവും കുടിച്ച് അയ്യപ്പൻ കോവിലേക്ക്. സിറ്റികളുടെയും ടൗണുകളുടെയും തിരക്കുകൾ ഒഴിവാക്കി ഒരു സായാഹ്നം ചിലവഴിക്കാൻ എന്തുകൊണ്ടും പറ്റിയ സ്ഥലമാണ് അയ്യപ്പൻ കോവിൽ ഹാങ്ങിങ് ബ്രിഡ്ജും പരിസരവും. കേരളത്തിലെ നീളം കൂടിയ തൂക്കുപാലങ്ങളിലൊന്നായ അയ്യപ്പൻ കോവിൽ ഹാങ്ങിങ് ബ്രിഡ്ജ് പെരിയാറിന് കുറുകെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പെരിയാറും ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയും ചുറ്റുമുള്ള കാടുകളും എല്ലാം കണ്ട് ആസ്വദിക്കാൻ അവധി ദിവസങ്ങളിൽ നിരവധി ടൂറിസ്റ്റുകൾ എത്താറുണ്ട്. നാല് മണി കഴിഞ്ഞത് കൊണ്ട് അടുത്ത ലക്ഷ്യസ്ഥാനമായ അഞ്ചുരുളി ടണലും വെള്ളച്ചാട്ടവും കാണുവാനായി അയ്യപ്പൻ കോവിലിനോട് യാത്ര പറഞ്ഞു. അഞ്ചുരുളിയിലേക്ക് ഇടുക്കി റിസർവോയറിൽ നിന്നും ഇരട്ടിയാർ ഡാമിലേക്ക് ജലം കൊണ്ടുപോകാനായി നിർമ്മിച്ചിരിക്കുന്ന 5.5 കിലോമീറ്റർ നീളമുള്ള ടണൽ ഇപ്പോൾ ഒരു പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇവിടെ നിന്നാൽ ടണലിൽ നിന്നും ശക്തിയായി ജലം ഇരട്ടിയാർ ഡാമിലേക്ക് ഒഴുകുന്നതും ചുറ്റുമുള്ള മലനിരകളും റിസർവോയറിൽ ഉള്ള ചെറു തുരുത്തുകളും എല്ലാം ഏവരെയും ആകർഷിക്കുന്ന കാഴ്ചയാണ്.
തിരിച്ചു വരുമ്പോൾ അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിൽ ഇടുക്കിയുമായി ബന്ധപ്പെട്ട പല ഐതിഹ്യങ്ങളും എഴുതിയിരിക്കുന്ന ഒരു ബോർഡ് കണ്ടു. ടൈറ്റാനിക് ചിത്രത്തിലെ നായകൻ ലിയാനോ ഡി കാപ്രിയോ ഇവിടെ വന്ന കാര്യവും ആ കൂട്ടത്തിൽ എഴുതിയിരിക്കുന്നത് കണ്ടു. വീണ്ടും ഇടുക്കി ഡാമിൻ്റെ അടുത്ത് ചെന്ന് കാണുവാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് ഡാമിൻ്റെ താഴെയുള്ള ഗേറ്റ് കടന്ന് മുമ്പോട്ട് പോകാൻ പറ്റിയില്ല. എങ്കിലും കുറച്ചുകൂടി മുമ്പോട്ട് ഡ്രൈവ് ചെയ്തപ്പോൾ ഇടത് ഭാഗത്തായി ഇടുക്കി ഡാം ഭംഗിയായി കാണുവാൻ സാധിച്ചു. വലതു ഭാഗത്തുള്ള ഗ്രൗണ്ട് ഇന്നും ആ വഴി പോകുന്നവർ ശ്രദ്ധിക്കാറുണ്ട്. കാരണം ആ ഗ്രൗണ്ടിൽ വെച്ചാണ് 2016 നടൻ ഫഹദ് ഫാസിൽ ചെരുപ്പ് ധരിക്കില്ല എന്ന ശപഥം മഹേഷിൻ്റെ പ്രതികാരം എന്ന ചിത്രത്തിൽ ചെയ്യുന്ന സീൻ ഷൂട്ട് ചെയ്തത്. സൂര്യൻ അസ്തമിക്കാറായതുകൊണ്ടും മഴയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ടും ഇന്നത്തെ യാത്രാ വിവരണം ഇവിടെ നിർത്തുന്നു.